തമിഴരശൻ പച്ചമുത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ലബ്ബർ പന്ത്. കുറച്ച് നല്ല അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു, അതുകൊണ്ടാണ് പോയി കണ്ടത്. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലടേ. കണ്ടം ക്രിക്കറ്റ് ഒരു പ്രധാന ഘടകമായിട്ട് വരുന്ന സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്പോർട്സ് സിനിമകളെ പോലെ മെയിനായിട്ട് സ്പോർട്സ് ഇവൻറ്റ് എന്തെങ്കിലും കാണിക്കണം, അതിൻ്റെ ഇടയ്ക്ക് സപ്ലോട്ടായിട്ട് എന്തെങ്കിലും ഇട്ട് കുത്തിത്തിരിയിട്ട് അവസാനം ഒരു ബോളിൽ 6 അല്ല ഒരു ബോളിൽ 5 വേണേ, അപ്പോൾ അവൻ അടിച്ചു വെക്കുന്നു, മറ്റവൻ ക്യാച്ച് എടുക്കുന്നു, അവൻ ആഘോഷിക്കുന്നു, അപ്പോഴാണ് അമ്പയർ നോ ബോൾ വിളിക്കുകയോ അല്ലെങ്കിൽ കാല് മറ്റേ വരരപ്പുറത്ത് പോയി, അങ്ങനത്തെ ആ സ്കീമല്ല സാധനം. ക്രിക്കറ്റ് ഓഫ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സബ്ജക്ട്സുകൾ ചർച്ച ചെയ്യണ ഒരു സിനിമയാണ്. ഈഗോ വരുന്നുണ്ട്, ജാതി വരുന്നുണ്ട്. ജാതിയൊക്കെ എന്ത് രസമായിട്ടാണ് ഇതിൽ സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ജാതി നമ്മൾ കാണിക്കാൻ പോവുകയാണേ, ഇപ്പോൾ ഈ നാട്ടിലും മറ്റേ ഇതാണേ കൊണ അങ്ങനെയൊന്നും അല്ല സാധനം. പക്ഷേ അത് ഭയങ്കര സേർട്ടിലായിട്ട് നമുക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം ഒരു കാരണവശാലും ഒരു ക്രിക്കറ്റ് ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ രാവിലെ ഗ്രൗണ്ടിൽ പോകും, യാതെങ്കിലും പറമ്പിലുള്ള കിണറ്റിനകത്ത് പോയിട്ട് വെള്ളമൊക്കെ തൊട്ടിയിൽ കോരി കുടിച്ച് ഉച്ചയ്ക്ക് വന്ന് വീട്ടിൽ ആഹാരം കഴിച്ച് വീണ്ടും അമ്മേരെ വായും തള്ളക്കുള്ളിട്ട് വീണ്ടും കളിക്കാൻ പോകുന്നു. അങ്ങനെ ഇരുട്ട വെളുക്ക കളി അതങ്ങനെ തുടർന്ന് വന്ന് ഇപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കളി ആണെന്നല്ല, ഈ സിനിമയിലെ കാളി വെങ്കട്ടനെയൊക്കെ പോലെയാണ് ക്രിക്കറ്റ് ഒരു ലഹരിയാണ്. ആ ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് വീട്ടുകാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്തിനാണെന്നുള്ളത്. അത് നമുക്കറിയാം ഇതിങ്ങനെ കളിച്ച്, പക്ഷേ അതൊരു സാധനമാണ്. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം മാട് പോലെ പണിയെടുത്ത് ഓരോ സെക്കൻഡും ഉഴച്ച് ഇങ്ങനെ കുറേ കാലം ജീവിച്ചിരിക്കണതിനേക്കാളും ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുന്നില്ലേ അല്ലേ, ആ ഒരു സാധനമാണ് കേട്ടോ. ആ ഒരു ലഹരി വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. അത് നമുക്കേ അറിയാം. ആ ഒരു ലഹരി മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, അത് ഏത് പ്രായത്തിലായിക്കോട്ടെ, ഈ സിനിമ ഒരു കാരണവശാലും തിയേറ്ററിൽ മിസ്സാക്കാൻ പാടില്ല. ഇത് അത്രയേറെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഇതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പടം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സ് ഇത് തന്നെ. അതിപ്പോൾ ഞാൻ വന്ന് പറഞ്ഞാലും സ്പോയിലർ ആവില്ല. അതിൻ്റെ കാരണം അടുത്തടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവസാനം ഇതാണ് ക്ലൈമാക്സ്. ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതിതാണ്. അത് നമുക്കറിയാം. പക്ഷേ ഇത് അടുത്തടുത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഭയങ്കര രസകരമായിട്ട്, ഭയങ്കര ഒരു സിനിമ എത്രത്തോളം എൻഗേജിങ് ആക്കി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈഗോ ക്ലാഷ് ഒരു പ്രധാന ഘടകമാണ്. ഏറ്റവും മെയിനായിട്ട് സംസാരിക്കുന്നത് ഈഗോ തന്നെയാണ്. അപ്പോൾ ഈഗോയിൽ തന്നെ പല വേരിയൻറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു പയ്യൻ ഒരു വിഷയം വന്ന് ഒരാൾ സജസ്റ്റ് ചെയ്യണം, അണ്ണ ഇങ്ങനെ ചെയ് എന്ന് പറയുമ്പോഴേക്കും ഇവ ആരുടെ എന്നെ ഉപദേശിക്കാൻ, അതുകൊണ്ട് അവനെ അങ്ങ് ഇഗ്നോർ ചെയ്യുന്ന പരിപാടിയുണ്ട്. കാരണം അവൻ്റെ ഈഗോ, അവനെക്കാളും എന്നെ പഠിപ്പിക്കാനായില്ല എന്നുള്ളൊരു സാധനം. ഇതേ സാധനം തന്നെ വേറൊരു പയ്യൻ പിന്നെ പറയാനുണ്ട്. പക്ഷേ ആ സമയം ഇതേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ വലിയ വിശാല മനസ്കനായതുകൊണ്ടൊന്നും അല്ല, ഈ ഈഗോയെക്കാളും വലിയൊരു ഈഗോയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവ എടുക്കുന്നത്. പക്ഷേ ഈ ഈഗോ എന്ന് പറഞ്ഞ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര സുന്ദരമായിരിക്കും എന്നുള്ളത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സിലൂടെ ഈ സിനിമ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഭ്രാന്തന്മാർക്ക് മാത്രമല്ല, ഇത് ആർക്കും കാണാം. ഇത് ഫാമിലി ഓഡിയൻസിനും പൂർണ്ണമായിട്ടും കാണാം. അത്രയേറെ ചിരിക്കാൻ ഈ സിനിമയെ തന്നിട്ടുണ്ട്. ഇതിൽ മറ്റേ ഭയങ്കര അടിയോ വയലൻസോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ചിരിക്ക് ചിരി, സെൻറ്റിമെൻറ്റ്സ്, ഗൂസ് ബംസ്. സെക്കൻഡ് ഹാഫ് 1-2 സീനൊക്കെ ഞാൻ ഇന്ന് കൈയടിച്ച്, അത്രയും കിടു സീനുകളായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ പടത്തിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ കണ്ടം കണക്കിന് പറയേണ്ടി വരും. ഞാൻ വീണ്ടും പറയാണ്, ഈ സിനിമയ്ക്ക് ഒരു 2 അഭിപ്രായമൊന്നൊരു സാധനമില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കാണും, എൻ്റെ വാക്ക് കേട്ട് പോയി കാണും. ഈ ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയും. കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയായിട്ട് പലരും അറിഞ്ഞിട്ടില്ല. അത് പോണതിന് മുമ്പേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ OTT വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പശ്ചാത്തപിക്കും ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൽ. ഇനി തള്ളിക്കഴിഞ്ഞെങ്കിൽ പടത്തിലോട്ട് വരാം. പടത്തിൽ അട്ടക്കത്തി ദിനേശും നമ്മുടെ ഹരീഷ് കല്യാൺ രണ്ടുപേരാണ് മെയിൻ റോളിൽ വരുന്നത്. അട്ടക്കത്തി ദിനേശിനെ 2 കാലഘട്ടങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഈ കാലഘട്ടമൊന്നും അവർ ഭയങ്കരമായിട്ട് മുഴപ്പിച്ച് വച്ചിട്ടൊന്നുമില്ല. 2 കാര്യമേ പറഞ്ഞുള്ളൂ. റബ്ബർ പന്ത് 15 രൂപയ്ക്കുള്ള ഒരു കാലഘട്ടവും റബ്ബർ പന്ത് 35 രൂപ ആയപ്പോൾ ഉള്ള ഒരു കാലഘട്ടവും. ആ സമയത്തൊക്കെ ഇയാൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒരു പ്രകടനം കാണിക്കാനുള്ള ഒരു സാധനമൊന്നും ആളുടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഈ റോള് ഇയാളെക്കാൾ നന്നായിട്ട് അട്ടക്കത്തി ദിനേശിനേക്കാൾ നന്നായിട്ട് വേറെ ആൾ ചെയ്യുമെന്ന് നമുക്ക് സംശയമുണ്ട്. ഓരോ സിമ്പിളായിട്ടുള്ള ന്യൂആൻസസ് വെച്ചിട്ട് ഇയാൾ കൊണ്ടുവരുന്ന ചിരികളുണ്ട് സിനിമയിൽ. ഒരു സ്റ്റിച്ച് ബോളി കളിക്കാൻ പോകുമ്പം കീപ്പർ ക്യാച്ച് എടുത്തിട്ട് വേദനയുണ്ട് കേട്ടോ, പക്ഷേ വേദന കാണിക്കാതെ ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി കടിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു സാധനം. അയ്യോ, അത് വേറെ ലെവലാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹരീഷ് കല്യാൺ പിന്നെ ഇതൊരു കേക്ക് വാക്കാണ്. പുള്ളി ഇപ്പം മലയാളത്തിൽ ഡെത്ത് സ്റ്റാർ, മൂകാംബിക സ്റ്റാർ, കടക്കണി സ്റ്റാർ എന്നൊക്കെ പറയും പോലെ പുള്ളിയെ ഈഗോ സ്റ്റാർ എന്ന് വിളിക്കാൻ തോന്നുന്നു. കാരണം ഏത് പടത്തിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിലും അതിലൊരു സൈഡ് ഇയാൾ കാണുമെന്നുള്ളതാണ്. ഇപ്പം ഇരുമ്പിറങ്ങിയ പാർക്കിംഗ് സിനിമ, അതും ഞാനിതുപോലെ പ്രതീക്ഷിക്കാതെ പോയി കണ്ട് അത്രയേറെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഈ പടം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അയ്യപ്പനും കോശി ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ 2 പ്രധാന കഥാപാത്രങ്ങൾ മാത്രമല്ല, ഈ സിനിമയിലുള്ള എല്ലാവർക്കും ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഈ മെയിൻ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ ഇല്ലാത്ത സമയത്ത് പോലും
ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. അത് അത്രയും നമുക്ക് ഭയങ്കര എൻഗേജിങ് ആണ്. അതിലൊരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഒരു സെക്കൻഡ് പോലും ഒരു ലാഗോ ഒരു ക്രിഞ്ചോ അങ്ങനെ ഒന്നുമില്ലാതെ ഇത്രയേറെ ഈ സിനിമ എൻഗേജ് ആക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകൾ വന്നു പോകണ പോലും നമ്മളറിയില്ല. സ്വാസികയാണ് പ്രധാന റോളിലുള്ള മറ്റൊരു കഥാപാത്രം. ഗംഭീര ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നാണം പറഞ്ഞ ഒരു സാധനമുണ്ട്. ഒരു പവറേഷ് കഥാപാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടപ്പന് പോലെ അപരാധമല്ല. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ആയത്? അവൾ ചെയ്യണമെങ്കിൽ ഈ ഓരോ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ ഈ സിനിമയിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഞാൻ പറഞ്ഞില്ലേ, അവൾ കലക്കിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവരൊന്നും ഇവർ യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയത്. അതുപോലെ പിന്നെ കാളി വെങ്കട്ടുണ്ട്. കാളി വെങ്കട്ട് നമ്മുടെ നാട്ടിൽ ഈ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പ്രാന്തളത്തിക്കുന്ന വലിയ കളിയൊന്നും ഇല്ലാത്ത ഒരു പഴയ ഒരു കുതിര ഉണ്ടാവും എപ്പോഴും. വീട്ടുകാരെ തള്ളക്കി വിളിക്കാട്ട് ഈ ക്രിക്കറ്റ് എങ്ങനെയെങ്കിലും കോർഡിനേറ്റ് കൊണ്ട് പോകും. നമ്മുടെ രക്ഷാധികാരി ബൈജുവിനെ പോലത്തെ ഒരു കഥാപാത്രം അത് കിടുവായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. ജെൻസൺ ദിവാകരൻ, ബാലശരവൺ, ഇവർ രണ്ടുപേരുമാണ് രണ്ട് നായകന്മാരെയും കൂട്ടുകാരന്മാരായിട്ട് പറഞ്ഞത്. യവന്മാർ ഭയങ്കര രസമാണ് കേട്ടോ. യവന്മാരാണ് ഈ പടത്തിൽ മൊത്തത്തിൽ ചിരിപ്പിച്ച് എത്തിയിട്ടുള്ളത്. ഒരു പ്രണയ ട്രാക്കുണ്ട്, സഞ്ജന കൃഷ്ണമൂർത്തി ഇവരുടെ പ്രണയമുണ്ട്. അതുപോലെ അട്ടക്കത്തി ദിനേശ് സ്വാസികയായിട്ടുള്ള പ്രണയമുണ്ട്. അത് വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ്. ഇതെല്ലാം നമുക്ക് കറക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ഇവരുടെ പ്രണയത്തിൽ നിന്ന് ഒരുപാട് സമയമൊന്നും എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. ക്രിഞ്ചാക്കിയ പാട്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് അടുത്ത സ്ഥാനത്തിലോട്ട് പടം പോകുന്നുണ്ട്. അതാണ് അത്ര എൻഗേജിങ് ആയിട്ട് ഈ സിനിമ ഇരിക്കുന്നത്. ദേവദർശിനി ഒരു അമ്മ കഥാപാത്രമാണ്, ഒരു കിടുലാണ്. എല്ലാ കഥാപാത്രങ്ങളും ഈ സിനിമയിൽ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തമിഴ് ഭാഷ മറ്റേ ഗ്രാമത്തിൽ ഇറങ്ങുന്ന കഥയാണ്. യാമ്പളെ അങ്ങനത്തെ സ്ലാങ് ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ലാങ് തന്നെയാണ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. പടം തുടങ്ങി ഇങ്ങനെ ക്രിക്കറ്റ് വരുന്നു, ഈഗോ വരുന്നു, അതിങ്ങനെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ഇങ്ങനെ പോകുന്നു, വിഷയങ്ങൾ വലുതായി വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കോൺഫ്ലിക്ട്സ് ഒരുപാട് വരുന്നു. അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും ഏകദേശം ഈ സിനിമയിൽ ഇനി ഇതിൻ്റെ അപ്പുറം ഇനി ചില സിനിമകൾ കാണുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അത്ര ഇതായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് ഇനിയിപ്പോൾ വേറെ ഒന്നും കാണില്ല. ഇത് നമ്മൾ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നു. നമ്മൾ വിചാരിക്കുന്നിടത്ത് സെക്കൻഡ് ഹാഫ് വേറെ രീതിയിലോട്ട് എടുക്കും. വേറെ പുതിയ സംഭവങ്ങൾ അതിനകത്തോട്ട് വരുന്നു. അപ്പോൾ ഇവരുടെ ഈഗോ വേറെ ഈഗോ, അങ്ങനെ പല ഈഗോകളിലും ആ ഈഗോയ്ക്ക് തന്നെ ഒരു താരതമ്യം വരുന്നുണ്ട്. അതത്രയും ഭയങ്കര രസമാണ്. അവിടെ തന്നെ കുറേ ഗൂസ് ബംസ് സാധനം ഉണ്ടായി. കൈയടിക്കും, ക്രിക്കറ്റിൻ്റെ ഇടയിൽ കൈയടിക്കും എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ബോളിൽ 6 ആ സാധനമല്ല, ആ സാധനമേ അല്ല, വേറെ ഒരു സംഗതിയാണ്. അതൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞ് സ്പോയിലർ ആക്കല്ല. നിങ്ങൾ പോയി കാണുക, ധൈര്യമായിട്ട് പോയി കാണുക. വിട്ടകളയിൽ ലബർ പന്ത്. ഈ സിനിമയിൽ ക്രിക്കറ്റ് ഒരു ലഹരിയാണ്. ഈ സിനിമയിലെ നടന്മാരാരും തന്നെ വെള്ളം അടിക്കുക സിഗരറ്റ് വലിക്കുക ഒന്നുമില്ല. പക്ഷേ അവന്മാർക്ക് ലഹരി എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ആ ലഹരി ഉള്ളവർക്ക് ഈ സിനിമ എത്രയേറെ കണക്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾ പോയി കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തരാ വരട്ടെ.